ഒരു അഅറാബിയായ മനുഷ്യൻ നബി തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഞാൻ 3 പെണ്ണുങ്ങളുണ്ട് യാ റസൂലല്ലാഹ്, എനിക്ക് അതിൽ ഒരുപാട് മക്കളുണ്ട് നബിയേ, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ് യാ റസൂലല്ലാഹ്. ഹബീബാ നബി തങ്ങളുടെ അരികിലേക്ക് ഒരു അഅറാബി വന്നിട്ട് പറയാൻ, നബിയെ, എനിക്ക് 3 പെണ്ണുങ്ങളുണ്ട്, അതിൽ കുറെ മക്കളുണ്ട്, ഞാനാണെങ്കിൽ ആകെ കുടുങ്ങിയിട്ടുണ്ട് യാ റസൂലല്ലാഹ്, രോഗങ്ങളും പ്രയാസങ്ങളും, എന്റെ കൃഷിയിലാണെങ്കിൽ ഒരു റാഹത്തുമില്ല. കാരണം അൻസ്വാരി ഇയാൾ അഅറാബിയായി മനുഷ്യൻ മദീനക്കാരനാണ്. ഈ മദീനക്കാരായ ആളുകളുടെ ഡ്യൂട്ടിയായിരുന്നു കൃഷി ചെയ്യാന്നുള്ളത്. മക്കക്കാര് മുഹാജിരീങ്ങൾ, അവർ മദീനത്തേക്ക് ഹിജ്റ വന്നവർ, അവർ കച്ചവടക്കാരായിരുന്നു, ഇവർ നല്ല കൃഷിക്കാരാണ്. ഈ അഅറാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലിംനി കലാമൻ നഖൂൽ, എന്റെ പ്രശ്നങ്ങളൊക്കെ തീരാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. ഹബീബാ നബി തങ്ങൾ ഒരു ദിക്ർ പറഞ്ഞെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ആ ദിക്ർ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊരു ഇപ്പത്തെ കാലത്ത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇത് കണ്ടത്, ഇത് ഈ ഹദീസ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ ദിക്ർ ചൊല്ലൽ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു 6 മാസത്തോളായി ഈ ദിക്ർ ഞാൻ കണ്ടിട്ട്. ശ്രദ്ധിക്കണേ, 6 മാസത്തോളായി ഞാൻ ഈ ദിക്ർ കണ്ടിട്ട്. അന്ന് കണ്ടോടം മുതൽ ഇന്ന് വരെ ഞാനത് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു എനിക്കൊരു ഒരുപാട് ഫളലുകളും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ ആ ദിക്ർ ചെല്ലുന്ന ആളാണെന്ന് നിങ്ങളെ ഞാൻ അറിയിച്ചതല്ല, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായിട്ടില്ലേ? ഞാനത് കണ്ടോടം മുതൽ ഇന്ന് വരെ എനിക്ക് ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാനൊരു വലിയ പ്രഭാഷകനെയല്ല, ഇവരിങ്ങനെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു വിചാരിച്ചിട്ട് ഒരു പ്രഭാഷകനുമല്ല. പക്ഷെ നിങ്ങളിവിടെ ചെറിയ ചെറിയ രീതിയിലൊക്കെ പ്രസംഗിക്കും. ഇങ്ങനെ സദസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ബേജാറാവും, ഇതൊക്കെ കൂടി പഠിച്ചോൻ എന്താ റബ്ബേ എന്ന്. ഞാൻ ഇങ്ങനത്തെ സദസ്സിലൊന്നും പ്രസംഗിക്കാറില്ല. അപ്പോ എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാലും എന്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇന്ന് വരെ 1 രൂപയും കടമില്ല. ഞാൻ ഇത് ചെല്ലുന്നതിന്റെ മുമ്പ് ഞാൻ കടക്കാരനായിരുന്നു ചില വിഷയങ്ങളിൽ. അൽഹംദുലില്ലാഹ്, ഇന്ന് 1 രൂപ പോലും എനിക്ക് കടല്ല. എൻ്റെ വീടിന്റെ മുകളിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം താഴെ ഭാഗം ചോർന്നൊലിച്ചിട്ട് ഒരു പഴകിയ വീട് ഞാൻ എടുത്തതായിരുന്നു. ഒരു പഴകിയ വീട്. ആ പഴകിയ വീട് ഞാൻ എടുക്കുമ്പോൾ തന്നെ 20 കൊല്ലത്തെ പാക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തു. അങ്ങനെ ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ചോർന്നൊലിക്കാൻ തുടങ്ങി. അപ്പം ഭാര്യ പറഞ്ഞു, മുകളിലേക്ക് സീറ്റ് ഇടണം. അങ്ങനെ സീറ്റ് ഇടാൻ വേണ്ടി ഞാൻ ഒരാളെടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദിന്റെ വീടാണോ ചോദിച്ചു. ആ വീടാണ്. ഉസ്താദ് സീറ്റ് ഇടണ്ടേ, വാർത്തയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വാർക്കാൻ വേണ്ടി ഒരുങ്ങി. അൽഹംദുലില്ലാഹ്, ഇന്നതിന്റെ തേപ്പൊക്കെ കഴിഞ്ഞ് വളരെ റാഹത്താണ്. എന്നാൽ 1 രൂപ പോലും, 1 നയാ പൈസ പോലും കടമില്ല. പണിക്കാർക്ക് കൊടുക്കാൻ പോലും ഇല്ല. 1 ഉറുപ്യ പോലും കടമായിട്ട്. എല്ലാവരും ഇതിനെ നല്ലോണം സഹായിക്കണേ. അതിന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ദിക്റിന്റെ ഫضലാണ്. അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചപ്പോ, അല്ലിംനി കലാമൻ നഖൂൽ, എനിക്ക് നബിയെ എന്റെ പ്രയാസങ്ങൾ മാറാൻ, എന്റെ സങ്കടങ്ങൾ, എന്റെ ദുരിതങ്ങൾ, എന്റെ കഷ്ടപ്പാടുകൾ മാറാൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ശരിക്ക് നോക്കണേ, ഹദീസിൽ വന്ന ദിക്റിന്റെ ഫലം കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെല്ലണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയോട് പറഞ്ഞു കൊടുത്തത്, മഹാനാകുന്ന അബൂ യാഖൂബ് റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് ആ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ആ കൃഷിക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ഒരു ഹദീസിലൂടെ ഇങ്ങനെ ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ദിക്റാണ് അവിടെ ഉദ്ധരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഹദീസ് ശ്രദ്ധിക്കണേ. ഹദീസിൽ വന്ന ദിക്ർ അങ്ങനെ തന്നെ ചെല്ലുമ്പോ ഫലം ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഇങ്ങനെ ഒരു കേട്ട കേൾവിയിൽ ബുക്രത്തും വാസിയിലേക്കൊന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെല്ലിയതിനൊരു ഫലം ഉണ്ടാവില്ല. കാരണം ഹബീബാ നബി തങ്ങൾ അങ്ങനെ ഒരു വേറെ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന ലാ ഹൗല വലാ ഖുവത.
അങ്ങനൊരു ഹദീസ് വേറെ ഉണ്ട്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. സലാത്തുല്ലാഹ് സലാമുല്ലാഹ്. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊരു അത്യാവശ്യം അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇയാളുടെ ചോദ്യം മർമ്മപ്രധാനമായ ചോദ്യം ഇതാണ്. അല്ല അബൂ യാഖൂബേ, ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ നിയ്യത്ത് വെക്കുന്ന സമയത്തിൽ ഞങ്ങൾ നിസ്കാരത്തിലാണെന്നുള്ള ബോധം ഉണ്ടാവാറുണ്ട്. നിസ്കാരത്തിലാണെന്നുള്ള ബോധം ഉണ്ടാവാറുണ്ട്. നിയ്യത്ത് വെക്കുമ്പോ സല്ലി ഫർളൽ ളുഹരി എന്ന് പറയുമ്പോ ഞങ്ങൾ നിസ്കാരത്തിനാണെന്നുള്ള ബോധം ഉണ്ടാവാറുണ്ട്, മനസാന്നിധ്യം വരാറുണ്ട്. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് ഫാത്തിഹ ഓതി, ഫാത്തിഹ കഴിഞ്ഞ് റുകൂഉം കഴിഞ്ഞ് ഇഅ്തിദാലും കഴിഞ്ഞ് സുജൂദും കഴിഞ്ഞ് ഇടയിലുള്ള ഇരുത്തവും കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലോട്ട് ഞങ്ങൾ അങ്ങ് എഴുന്നേൽക്കുമ്പോ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരത്തിലാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുകയാണ് അബൂ യാഖൂബ്. നിസ്കാരത്തിലാണെന്നുള്ള ബോധം നഷ്ടപ്പെടുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്, ഇറാഖിലുള്ള അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്. നിയ്യത്ത് വെക്കുമ്പോ മനസാന്നിധ്യം ഉണ്ടാവാറുണ്ട്. പടച്ചോനെ, ഇപ്പത്തെ അവസ്ഥയിലെ നിയ്യത്തിൽ പോലും മനസാന്നിധ്യമില്ലാത്ത എത്ര മനുഷ്യന്മാർ. ചുമരിന്റെ മുകളിലുണ്ടാവും മൊബൈൽ ഫോൺ സൈലന്റ് ചെയ്യാ. ഉസല്ലി ഫർളൽ ളുഹരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഖിബ്ലത്തി. കുറച്ച് ഇങ്ങോട്ട് നിൽക്കടാ. അദാ ലില്ലാഹി തആല. എത്ര പേർ മൊബൈൽ ഫോൺ സൈലന്റ് ചെയ്തുകൊണ്ട് നിയ്യത്ത് വെക്കുന്നവർ. നിസ്കാരത്തിൽ 14 ഫർളുകളുണ്ട്. ആ 14 ഫർളുകൾ 3 കോലത്തിലാണ്. 14 ഫർളുകൾ 3 കോലത്തിലാണ്. ഒന്ന് ഖൗലിയാണ്. ഖൗലി എന്ന് പറയുന്നത് സംസാരിക്കേണ്ടതാണ്, ചൊല്ലേണ്ടതാണ്. ഖൗലിയായ ഫർളുകൾ ഉണ്ട്. 14 ഫർളുകളുടെ കൂട്ടത്തിൽ ഖൗലി ഉണ്ട്. ഖൗലി എന്ന് പറഞ്ഞാൽ സംസാരിക്കണം, ചൊല്ലണം. അതിൽ നിന്ന് ഒന്നാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം ഖൗലിയാണ്, പറയണം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അക്ബർ. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. കൈ പൊക്കലും കെട്ടലും ഒക്കെ സുന്നത്താണ്. അല്ലാതെ കൈ പൊക്കലും കെട്ടലും അല്ല തക്ബീറത്തുൽ ഇഹ്റാം, പറയലാണ്. അല്ലാഹു അക്ബർ. ഇനി ഒരാള് ഉസല്ലി ഫർളൽ ളുഹരി അർബഅ റകഅത്ത് എന്നൊക്കെ പറഞ്ഞ് നിയ്യത്ത് വെച്ചിട്ട് ളുഹർ എന്ന ഫർള് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, അവന്റെ നിസ്കാരം സഹിയാണ്. ഇനി ചില ആൾക്കാർ സുബഹി നിസ്കാരത്തിന് വരുമ്പോൾ വല്ലാത്ത തണുപ്പുണ്ട്. അപ്പൊ നല്ല തണുപ്പുണ്ട്. ആ തണുപ്പത്തും കൂടി വന്നിട്ട് സുബഹി നിസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് അല്ലാഹു അക്ബർ അങ്ങനെ കെട്ടി, നിസ്കാരം സഹിയാണ്. ഓന്റെ നിസ്കാരം ബാത്തിലാണെന്ന് പറയാൻ അവകാശമല്ല. ആരോടൊക്കെ ഉള്ള ദേഷ്യത്തിന് അല്ലാഹു അക്ബർ കെട്ടി, നിസ്കാരം സഹിയാണ്. ഓന്റെ നിസ്കാരം ബാത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ഒരാള് അല്ലാഹു അക്ബർ ഇവിടെ കെട്ടി, നിസ്കാരം സഹിയാണ്. കാരണം അവന്റെ കൈ കെട്ടൽ സുന്നത്ത് ഒഴിവായിട്ടേ ഉള്ളൂ. പല കോലത്തിലായി ഇപ്പൊ കൈ കെട്ടും. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ചില ഇഖ്ലാസ് കൂടിയ മനുഷ്യന്മാർ സുബ്ഹാനല്ലാഹ് എന്തോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അല്ലാഹു അക്ബർ. എന്തോ ഒന്ന് വാരി വലിച്ച് കെട്ടിയ മേനിയാണ്. അങ്ങനെ അതൊക്കെ നാടകീയമാണ്. അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ കാട്ടുന്നതാണ്. അങ്ങനെ ഒരു തക്ബീറത്തുൽ ഇഹ്റാമൊന്നുമില്ല. തക്ബീറത്തുൽ ഇഹ്റാമിൽ സുന്നത്ത് ഇങ്ങനെയേ ഉള്ളൂ. കയ്യിനെ ഉയർത്തണം. എവിടം വരെ? ചുമലിന്റെ നേരെയാണ് കയ്യിനെ ഉയർത്തേണ്ടത്. തള്ളവിരൽ ചെവിക്കുന്നിയിലേക്ക് എത്തും വിധത്തിൽ കയ്യിന്റെ ഉള്ളം കൈ ഖിബലക്ക് നേരെ തിരിച്ചു വെച്ച് ഇങ്ങനെയല്ല, ഇങ്ങനെ ഉയർത്തി വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ റായിനെ മുടിഞ്ഞതിന് ശേഷം ഈ 2 കൈകളെ നെഞ്ചിന്റെയും പൊക്കുയുടെയും ഇടയിൽ കെട്ടലാണ്. ഇങ്ങനെയാണ് സുന്നത്ത്. മനസ്സിലായില്ലേ? അല്ലാതെ അങ്ങനല്ല അല്ലാഹു
അല്ലാഹു അക്ബർ. ശരിക്കും സുന്നത്ത് ഇങ്ങനെ എന്താ? അതൊക്കെ ഇനി ഒരാൾ ഇങ്ങനെ അല്ലാഹു അക്ബർ കെട്ടിയത് കൊണ്ട് നിസ്കാരം ബാത്തില എന്ന് പറയാൻ നിൽക്കണ്ട. ശരിക്കും സുന്നത്ത് അങ്ങനെ നിയത്ത് വെച്ചതിന് ശേഷം അല്ലാഹു അക്ബർ റായിനെ പറഞ്ഞതിന് ശേഷം കൈകൾ കെട്ടുക. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്നാണ് ഒന്നാമത്തെ ഖൗലിയായ ഫർള്. രണ്ടാമത്തെ ഫർള് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹ സ്വഹീയാകണമെങ്കിൽ ഹറഫുകൾ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുവിക്കണം, ശബ്ദം വരണം. ശബ്ദമില്ലാത്ത ഫാത്തിഹ സ്വഹീയല്ല. ശബ്ദമില്ലാത്ത ഫാത്തിഹ സ്വഹീയല്ല. ചുരുങ്ങിയത് അവന്റെ സ്വന്തം നഫ്സിനെങ്കിലും അവൻ കേൾപ്പിക്കണം. അവന്റെ നഫ്സിന്. അതാണ് ഖൗലിയായ ഫർളിന്റെ ഷർത്ത്. സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണം കഴിയെങ്കിൽ. അപ്പൊ നോക്കണേ, ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചു നോക്കിക്കേതാ. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അങ്ങനെ വരണം. പക്ഷേ ഇന്നോ മൈക്കിനോട് അടുപ്പിച്ചു വെച്ച് ഞാൻ പറയാം. ഇത്രയും ബോക്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ നിസ്കാരത്തിന്റെ ഒരു ഇങ്ങനെ ഒരു 5-6 ഹറഫല്ലാതെ എന്ത് ഫാത്തിഹയിൽ ഫാത്തിഹ സഹിയാണോ? അല്ല. ഫാത്തിഹ സഹിയാകണമെങ്കിൽ മഖ്റജുകളിൽ നിന്ന് ഹറഫുകൾ പുറപ്പെടുവിക്കണം. ആ ഹറഫുകൾ തന്നെ അതിന്റെ യഥാർത്ഥ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുവിക്കണം. അങ്ങനെ വന്നാലേ ഫാത്തിഹ സഹിയാകുകയുള്ളൂ. ഫാത്തിഹ സഹിയായാലേ അവന്റെ നിസ്കാരം സഹിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ അവന്റെ നിസ്കാരം സഹിയല്ല. നിസ്കാരം സഹിയല്ലെങ്കിൽ നാളെ മഹ്ശറാവൻ സഭയിൽ ചെല്ലുമ്പോ നമ്മുടെ ഓത്തുകൾ കാണില്ല, നമ്മുടെ നോമ്പുകൾ കാണില്ല, നമ്മുടെ അദ്കാറുകൾ കാണാൻ സാധിക്കുകയില്ല. നിസ്കാരം സ്വഹിയാവണം കേട്ടോ. മനസ്സിലായില്ലേ? ഫാത്തിഹ മൂന്നാമത്തതാണ് അവസാനത്തെ തഹിയാത്ത്. നാലാമത്തത് അവസാനത്തെ തഹിയാത്തിന് ശേഷം നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. അഞ്ചാമത്തത് സലാം. ഇത് 5 ഖൗലിയാണ്. പിന്നെയുള്ളത് ഫിഅലിയായ ഫർളുകൾ. ഫിഅലിയായ ഫർള് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അതിൽ നിന്ന് ഒന്നാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. അത് ഫർള് നിസ്കാരത്തിൽ ഫിഅലിയായ ഫർളാണ്. നിൽക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ കസേരയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സ്വഹിയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാര്യമുണ്ട്. ഇന്ന് ഞാൻ ഇശാ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ കൂടിയത് നിങ്ങളുടെ ടൗണിലുള്ള കക്കാട് ടൗണിലുള്ള മസ്ജിദിലാണ്. അവിടെ ആരും ഇരുന്ന് നിസ്കരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. ഇന്നതല്ല, ഇന്ന് ചില ആളുകളുടെ പൂതി എന്താണെന്നറിയോ? ഒരു ഇന്നോവ കാറും മഹല്ല് കമ്മിറ്റിയിൽ ഒരു അംഗത്തും ഒരു 2 ഹജ്ജും ചെയ്ത ഓൻ പിന്നെ ഒരു കസാരിയായിട്ട് വരിക വഖഫായിട്ട്. എന്നിട്ട് ഇഖാമത്ത് കൊടുക്കണവരെ ടൈം ബോർഡിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. മൊയിലാര് ഇഖാമത്ത് കൊടുക്കാനായോ? ഇല്ല ആചാര്യ, ഒരു 3 മിനിറ്റ് കൂടി ഉണ്ട്. ആ 3 മിനിറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഈ കസാരന്റെ ചെവിയും പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് മൂപ്പരാക്ക മുമ്പിലെ സഫിലിരുന്ന് അല്ലാഹു അക്ബർ കെട്ടും. എന്റെ പൊന്നാര ആജിയാരെ, നിങ്ങളുടെ നിസ്കാരം സ്വഹിയല്ല. ഫർള് നിസ്കാരമാണെങ്കിൽ, സുന്നത്ത് നിസ്കാരമാണെങ്കിൽ സ്വഹിയാണ്. സുന്നസ്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഫർള് നിസ്കാരത്തിൽ പാടില്ല. മയ്യത്ത് നിസ്കാരത്തിലും നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. മയ്യത്ത് നിസ്കാരത്തിൽ 7 ഫർളുകളാണ്. ആ 7 ഫർളുകളുടെ കൂട്ടത്തിൽ ഒന്ന് നിയ്യത്താണ്. രണ്ടാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നിൽക്കൽ തന്നെ സുന്നത്തായ നിർത്തണ്ട്. എങ്ങനെയാണ്? 2 കാലുകളെ പറ്റടിപ്പിക്കാൻ പാടില്ല. 2 കാല് പറ്റടിപ്പിക്കാൻ പാടില്ല. 2 കാലുകളെ പറ്റ വിടർത്താനും പാടില്ല. നല്ല കാലിങ്ങനെ വിടർത്തി വെക്കാൻ പാടില്ല. സഫിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കൊണ്ട് നിങ്ങളുടെ നീങ്ങൽ അവിടെ തന്നെ നിൽക്കണം. ഈ കാലിന് അങ്ങോട്ട് വെക്കാൻ പാടില്ല.
കാലിനെ വെക്കേണ്ടത് ഒരു ചാണിനേക്കാൾ വിടർത്താതെ, ഒരു ചാണിനേക്കാൾ വിടർത്താതെ, 4 വിരലിനേക്കാൾ അടുപ്പിക്കാതെ, ഒരു കാലിനെ മുന്തിച്ചിട്ടും ഒരു കാല് പിന്തിച്ചിട്ടും വെക്കാതെ. അങ്ങനെ വെക്കൽ കറാച്ചാണ്, പാടില്ല. അതായത് നീളമുള്ള സ്വപ്പാണെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു ഭാഗത്ത് വളഞ്ഞിട്ടുണ്ട്, ചിലപ്പോ ആ വളഞ്ഞ ഭാഗത്തായിരിക്കും നമ്മൾ നിൽക്കുക. പടച്ചോനെ കുറച്ച് ഭാഗം കൂടെ കയറിക്കുന്നുണ്ട്, കുറച്ച് ഭാഗം കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കൂടെ നിൽക്കും, അപ്പൊ ഇതും കൂടെ ഇറങ്ങിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ സഫിലേക്ക് നിൽക്കും, അപ്പൊ ഇതും കൂടെ കയറിയിട്ടാണ്. ഇടങ്ങേറായല്ലോ. അപ്പൊ ഇവന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അവിടെ. ഒരു കാല് ഒന്നിലും വെക്കും, ഒരു കാല് ഇതിലും വെക്കും. അല്ലാഹു അക്ബർ. പറ്റില്ല, സമമാക്കി വെക്കണം. സ്വഫുകൾ റെഡിയായിട്ട് നിൽക്കണം. അതാണ് ഇമാമമാര് സ്വഫ് റെഡിയാക്കാൻ വേണ്ടി പറയുന്നത്. സ്വഫ് റെഡിയാവാഞ്ഞാൽ ജമാഅത്തിന്റെ പ്രതിഫലം അവനിക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. ഫോട്ടോക്ക് വിശാലമായ വിഷയങ്ങളാണ്, അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തത് റുകൂഅാണ്, മൂന്നാമത്തത് സുജൂദാണ്. അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമാണ് രണ്ടാമത്തെ സുജൂദാണ്. അവസാനത്തെ തഹയ്യാത്തിന് വേണ്ടി ഇരിക്കലാണ്. ഇങ്ങനെ ഫിഅലിയായ ഫർളുകളും ഉണ്ട്, അതൊക്കെ പ്രവർത്തിക്കേണ്ടതാണ്. അപ്പൊ ഖൗലിയായ ഫർളുകൾ പറയണം, ഫിഅലിയായ ഫർളുകൾ പ്രവർത്തിക്കണം. എന്നാലോ ഖൽബിയായ ഫർള് ഒന്ന് മാത്രമേ ഉള്ളൂ. ഖൽബിയായ ഫർള് ഒന്നേ ഉള്ളൂ. അതേതാ? നിയ്യത്ത്. ആ നിയ്യത്താണ് ഇന്ന് സകല ആളുകളും ഖൗലിയാക്കുന്നത്, പറയണത്. പറയാൻ സുന്നത്തേ ഉള്ളൂ, പറഞ്ഞിട്ടില്ല എങ്കിൽ നിയ്യത്ത് സ്വഹിയാണ്. ഫർള് നിസ്കാരമാണെങ്കിൽ 3 കാര്യത്തിന് കരുതൽ നിർബന്ധമാണ്. 1 ഞാൻ നിസ്കരിക്കുന്നു എന്ന്, 2 ഇന്ന നിസ്കാരമെന്ന്, 3 ഫർള് എന്ന്. ഈ 3 കരുതൽ നിർബന്ധമാണ്. കരുതിയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം സ്വഹിയല്ല. മനസ്സുകൊണ്ട് കരുതണം. ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, ഇത് 3 കരുതൽ നിർബന്ധമാണ്. കരുതിയിട്ടില്ലേ അവന്റെ നിസ്കാരം സ്വഹിയല്ല. അതാ ഇന്നിപ്പോ പറയേണ്ടത്. ഉസല്ലി ഫർളൻ ളുഹരി അർബഅൻ. ഒരു നിയത്തുമില്ലാതെ അങ്ങോട്ട് കൈക്കെട്ടും ചെയ്യും. വസ്വാസാണത്. വസ്വാസ് ശൈത്താനാണ്, നല്ല കാര്യമല്ല. ഉസല്ലി 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 എന്ന് പറഞ്ഞിക്കല് അത് ശൈത്താനിയത്താണ്. അള്ളാഹു അങ്ങനെയുള്ള രോഗം അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഏതായിരുന്നാലും പോട്ടെ, നിയ്യത്തുകൾ മനസ്സുകൊണ്ട് കരുതണം. ആ ഇറാഖിലുള്ള ജനങ്ങൾ പറഞ്ഞത് നിയ്യത്ത് ഞങ്ങൾക്ക് മനസ്സിൽ വരാറുണ്ട്. ഫർള് നിസ്കാരമാണെങ്കിൽ 3 കാര്യം കരുതണം. ഞാൻ നിസ്കരിക്കുന്നു എന്ന്, ഇന്ന നിസ്കാരമെന്ന്, ഫർള് എന്ന്. ഉസല്ലി ഫർളൽ ളുഹരി, അത് കരുതൽ നിർബന്ധമാണ്. എന്നാൽ കേട്ടോ, ആ നിയ്യത്ത് കഴിഞ്ഞതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് ഫാത്തിഹ ഓതുമ്പോ ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അല്ലാഹുവിനെ മറന്നു പോകുകയാണ്. അവസാനം റക്അത്തിന്റെ എണ്ണം പോലും മറന്നു പോകുകയാണ്. റക്അത്തിന്റെ എണ്ണം പോലും മറന്നുപോകാൻ. അതിനൊരു പരിഹാരങ്ങൾ പറഞ്ഞുതരണം. സലാം വീട്ടുന്നത് വരെ അല്ലാഹ് എന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താണ് ഒരു വഴി? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, ഒരു വഴിയുണ്ട്. എന്താണത്? എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും മുമ്പ് 2 സൂറത്തും ഒരു ദുആയും നടത്തണം. 2 സൂറത്തും ഒരു ദുആയും. അതാണ് ഞാൻ പറഞ്ഞത്. ആ 2 സൂറത്തുകളും ആ ദുആയും നടത്തിയിട്ട് ഒരു മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിലോട്ട് ആത്മാർത്ഥത വരുന്നില്ല എങ്കിൽ പറ. ഇവിടത്തെ ഇമാമായ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ ഉസ്താദായ അബ്ദുൽ ഗഫൂർ ബാഖവി ഉസ്താദിനോട് പറ, ഇന്നലെ വന്ന വായക്കാട് വലിയുദ്ദീൻ ഫൈദിയുടെ ക്ലാസ്സിന് ഞങ്ങൾ പഠിച്ച 2 സൂറത്തുകളും ആ ദുആയും ഞങ്ങൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പായി നടത്തിയിട്ട് ഒരു ഫലം ലഭിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ആത്മാർത്ഥത കിട്ടിയിട്ടില്ല എന്ന് പറയാണെങ്കിൽ ഓപ്പറേറ്ററെ, ഇന്നത്തെ വാടക ഇവരോട് വാങ്ങരുത്, ഞാൻ തരും. അപ്പൊ ഉസ്താദെ, ആ 2 സൂറത്ത് വലിയ സൂറത്തേക്കും അൽബക്രി ആലിമ്രാനും നിസ്കാരത്തിന്റെ മുമ്പ് അൽബക്രി ആലിമ്രാനും ഓതിയോളേണ്ടി ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ആത്മാർത്ഥത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഓതാൻ കഴിയോ? ഇല്ല. അല്ല, 2 കുഞ്ഞു സൂറത്ത്. എന്നാ പിന്നെ ദുആ വലിയ ദുആ ആയിരിക്കും. അല്ലേ അല്ല. ഞാൻ തായത്ത് എഴുതിയ ഒരു വരി ഉണ്ടല്ലോ. ഈ ഒരു വരി
ഈ ഒരു വരി ദുആ, കുഞ്ഞു ദുആ, ആ ഒരു ദുആയും ഒരു മനുഷ്യൻ നിസ്കാരത്തിന്റെ മുമ്പ് അങ്ങ് നടത്തിയ അവൻ സലാം വീട്ടുന്നത് വരെ അല്ലാഹ് 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 എന്നുള്ള ചിന്തയിലായിട്ട് എനിക്ക് നിസ്കരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയട്ടെ ഞങ്ങോട്ട് നിങ്ങളോട് സമ്മതം ചോദിക്കണം, കാരണം 10 മണി കഴിഞ്ഞു. പറയട്ടെ, ആ ഒരു ടൈം വാച്ചിലേക്ക് നോക്കരുത്, വാച്ചിലേക്ക് നോക്കിയാൽ പ്രയാസപ്പെടും. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. ആ 2 സൂറത്തും ഒരു ദുആയും. പക്ഷേ അബൂ യാക്കൂബ് തങ്ങൾ പറയാണ്, അത് ഫലിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് പാലിക്കണം. അത് ഞാൻ പറയാൻ, ആ ഡിമാൻഡ് പാലിക്കണം. എന്താണ് ആ ഡിമാൻഡ്? എല്ലാ അറബി മാസത്തിലും 23 ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കുക. മൂല്യാരെ അടുത്താര ദ്വാരക്കാണുള്ള മൂപ്പരാണ്ട് വിളിച്ചാളി, ഞങ്ങളോട് കഴിയൂല. പൊന്നാരന്റെ എണ്ണിയോ 23 ദിവസം നോമ്പ് നോൽക്കൽ ഇതിന്റെ ഡിമാൻഡ് അല്ല. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കണമെന്നാണോ? അല്ല. എല്ലാ ദിവസവും ദുആ നിസ്കാരം പതിവാക്കണമെന്നാണോ? അല്ല. എല്ലാ ദിവസവും ഒരു ഖത്തം തീർക്കണമെന്നാണോ? അല്ല. ഈ 2 സൂറത്തുകളും ഈ ദുആയും ഫലം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു ഡിമാൻഡ് മാത്രമാണ്. വുളൂ, സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ടൊരു വുളൂ എടുക്കുക. സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ടൊരു വുളൂ, അതാണ് ഇതിന്റെ ഡിമാൻഡ്. എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് വുളൂ എടുക്കണം. ഭയങ്കരമാണ് അത്. വുളൂ ഉണ്ടെങ്കിലും ശരി, മഗ്രിബിനെടുത്ത വുളൂ ഉണ്ടെങ്കിലും ശരി, ഇശാഇന് വേറൊരു വുളൂ ചെയ്യണം. തജ്ദീദുൽ വുളൂ, വുളൂഇനെ പുതുക്കണം കേട്ടോ. ഇൻഷാല്ലാ അത് നിങ്ങൾക്ക് ഞാൻ തരാം. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് തരാം. ഇൻഷാല്ലാ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു അബദ്ധം വന്നിട്ടുണ്ട്. അതായത് എന്താ അറിയില്ല, ചിലപ്പോ തിരക്കിലെടുത്തത് കൊണ്ടാവാം കുറച്ച് ഭാഗം ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അതെന്ത് ചെയ്തുതരാം, ഞാൻ എഴുതാൻ നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരാം ഇൻഷാല്ലാ. അല്ലെങ്കിൽ ഇവിടുത്തെ നാളെ നിങ്ങൾ ഈ ലിസ്റ്റുമായിട്ട് വന്നാൽ ഗഫൂർ ഉസ്താദോ സംഘടകരാരോ എഴുതി തരുകയും ചെയ്യും ആ ഭാഗം, വിട്ടുപോയ ഭാഗം. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. തജ്ദീദുൽ വുളൂ, വുളൂഇനെ പുതുക്കണം. ളുഹറിനടുത്ത വുളൂ ഉണ്ടെങ്കിലും ശരി, അസ്റിന് വുളൂ എടുക്കണം, സുന്നത്താണ്. പഴയ കാലത്ത് അത് നിർബന്ധമായിരുന്നു. ളുഹറിനടുത്ത വുളൂ കൊണ്ട് അസ്ർ നിസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. മഗ്രിബിനടുത്ത വുളൂ കൊണ്ട് ഇശാ നിസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. ആ നിയമം എടുത്തു കളഞ്ഞത് മദീനയിൽ വെച്ചുകൊണ്ട് ഖന്തക്കിന്റെ കിടങ്ങുണ്ടല്ലോ, ആ കിടങ്ങ് കീറുന്ന സമയത്തിലാണ് ആ നിയമം എടുത്തു കളഞ്ഞത്. യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, നിങ്ങൾ ഇതുവരെ വുളൂഇനെ എടുത്താൽ ഒരു ഫർദ് നിസ്കരിക്കാനേ പാടുള്ളായിരുന്നു. യാ റസൂലല്ലാഹ്, ഇന്ന് മുതൽ നബിയേ ളുഹറിന് വുളൂ എടുത്തിട്ടുണ്ടെങ്കിൽ അസ്റിന് മുറിഞ്ഞിട്ടില്ല എങ്കിൽ ആ വുളൂ കൊണ്ട് അസ്ർ നിസ്കരിച്ചോ, കുഴപ്പമില്ല. അസ്റിന് വുളൂ ഉണ്ടെങ്കിൽ പിന്നെ മഗ്രിബിന് വുളൂ ഉണ്ടെങ്കിൽ ആ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ആ മഗ്രിബ് നിസ്കരിച്ചോ, ളുഹറിന് എടുത്ത വുളൂ കൊണ്ട് വുളൂഇനെ പുതുക്കേണ്ടതില്ല. യാ റസൂലല്ലാഹ്, ആ നിയമം എടുത്തു കളഞ്ഞത് ഖന്തക്കിന്റെ സമയത്തിലാണ്. അതിന്റെ മുമ്പ് വരെ എല്ലാ നിസ്കാരത്തിനും ഒരു വുളൂ എടുക്കൽ ഫർളായിരുന്നു. എന്നാൽ ഫർള് എന്നുള്ളതേ ഉയർത്തിയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, വല്ലാത്ത ശക്തിയായ സുന്നത്താണ് വുളൂഇനെ പുതുക്കുക എന്നുള്ളത്. വുളൂഇനെ പുതുക്കണം. മഗ്രിബിനെടുത്ത വുളൂ ഉണ്ടെങ്കിൽ ഒന്ന് പുതുക്കണം. ആ എടുക്കുന്ന വുളൂ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടാവണം. ഒന്നാമത്തെ സുന്നത്ത് ഏതെന്നറിയോ? വുളൂ ചെയ്യുന്ന സമയത്തിൽ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം. സുബ്ഹാനല്ലാഹ്, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം. ഒന്നാമത്തെ സുന്നത്ത് അതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഖിബ്ലക്ക് നേരെ വുളൂ ചെയ്താൽ അവന്റെ വുളൂഇന് നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് 5 പർവ്വതങ്ങൾ സാക്ഷിയാകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ 5 പർവ്വതങ്ങൾ വുളൂ, ഖിബ്ലക്ക് നേരെ വുളൂ ചെയ്താൽ 5 പർവ്വതങ്ങൾ സാക്ഷിയാകും. ഏതാണ് 5 പർവ്വതങ്ങൾ? അത് നമ്മുടെ വിശുദ്ധമായ ഖിബ്ലയായ കഅബയെ ആദ്യമായി നിർമ്മിച്ചത് ആ 5 പർവ്വതങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ചുകൊണ്ടാണ്. ഖിബ്ലകൾ എത്ര എണ്ണമാണ്? എത്ര ഖിബ്ല ലോകത്തിലുള്ളത്?
2 ഖിബല അല്ല, 2 ഖിബലയല്ല ലോകത്തിലുള്ളത്, 5 ഖിബലകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമത്തെ ഖിബല വിശുദ്ധമായ അർശാണ്. അർശിനെ അല്ലാഹു പണിയുന്നത് പ്രകാശത്തിനാലാണ്. രണ്ടാമത്തെ ഖിബല വിശുദ്ധമായ കുർസിയാണ്, അതിനെ അല്ലാഹു പണിയുന്നത് വെളുത്ത കല്ലുകളെ കൊണ്ടാണ്. മൂന്നാമത്തെ ഖിബല വിശുദ്ധമായ ബൈത്തുൽ മഅ്മൂറാണ്, അതിനെ അല്ലാഹു പണിയുന്നത് ചുവന്ന കല്ലുകളെ കൊണ്ടാണ്. നാലാമത്തെ ഖിബലയാണ് നമ്മുടെ വിശുദ്ധമായ കഅബ. അല്ലാഹുവേ, അതൊന്ന് നേരിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ കഅബയെ അല്ലാഹു നിർമ്മിക്കുന്നത് 5 പർവ്വതങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ചുകൊണ്ടാണ്. ഏതൊക്കെയാണ് 5 പർവ്വതങ്ങൾ എന്നറിയോ? ഒന്ന് വിശുദ്ധമായ ജബൽ ഹിറാ, അതായത് ജബൽ നൂർ പർവ്വതമാണ്. രണ്ടാമത്തത് ജബൽ അബീ ഖുവൈസ് ആണ്. മൂന്നാമത്തത് ജൂദി പർവ്വതമാണ്. നാലാമത്തത് തൂരി സീന പർവ്വതമാണ്. അഞ്ചാമത്തത് ലുബ്നാൻ പട്ടണത്തിലുള്ള ജബൽ ലുബ്നാ എന്നറിയപ്പെടുന്ന പർവ്വതമാണ്. ഈ പർവ്വതങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ചുകൊണ്ടാണ് മഹാനാകുന്ന സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 60 മുഴം നീളവും 7 മുഴം വീതിയുമുള്ള മനുഷ്യനാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവർ വിശുദ്ധമായ കഅബയെ ആദ്യമായി നിർമ്മിക്കുന്നത് അതിനുശേഷം 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുന്നത്. എന്നാൽ നമ്മുടെ വിശുദ്ധമായ ഖിബലയായ കഅബ ശരീഫ് ഉണ്ടല്ലോ, ആ കഅബയിലേക്ക് ആരെങ്കിലും ഒരാൾ തിരിഞ്ഞുകൊണ്ട് വുളൂ ചെയ്താൽ ഈ 5 പർവ്വതങ്ങളുണ്ടല്ലോ, ഉമ്മമാരെ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ ആ പെണ്ണിനെ ശിക്ഷിക്കാൻ പാടില്ല, അല്ലാഹുവേ ആ മനുഷ്യനെ ശിക്ഷിക്കാൻ പാടില്ല, അവൻ എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവൻ വുളൂ ചെയ്തത്, അതിന് ഞങ്ങൾ സാക്ഷിയാണ് അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറപ്പിക്കാൻ പറ്റുമോ ഈ കൂട്ടത്തിൽ ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വുളൂ ചെയ്യുന്നവരാരെല്ലാം? അതെ, അൽഹംദുലില്ലാഹ്. 1 2 3 4 5 6 ഏതെങ്കിലും കൊല്ലത്തിലൊരു ദിവസമല്ല തസ്ബീഹ് നിസ്കാരത്തിന്റെ മാതിരി എല്ലാ ദിവസവും വുളൂ ചെയ്യുമ്പോൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മുതൽ ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വുളൂ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ വുളൂ ചെയ്യും എന്ന് ഉറപ്പുള്ളവരൊക്കെ കൈമുന്തിച്ചേ, അവർക്ക് വേണ്ടി ദ്വാരക്കാനാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ സുന്നത്ത്. രണ്ടാമത്തതോ വുളൂ ചെയ്യുന്നതിന്റെ മുമ്പായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലലാണ്. ബിസ്മില്ലക്ക് ഒരുപാട് ഫളലുകളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൂന്നാമത്തത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ഷഹാദത്ത് ചൊല്ലലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ വുളൂ ചെയ്യുന്നതിന്റെ മുമ്പായി 2 ഷഹാദത്തിനെ ചൊല്ലുകയും വുളൂഇന് ശേഷമായി 2 ഷഹാദത്ത് ചൊല്ലുകയും ചെയ്താൽ ആ വുളൂ മുറിയുന്നത് വരെ ഒരു ഹറാം അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തത് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് ചൊല്ലലാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാഹ് എന്ന് പറയാത്ത മനുഷ്യൻ അവൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ് പറയാത്ത എന്റെ ഉസ്താദേ അതെങ്ങനെയാ? കാരണം ഇന്ന് വരെ അൽഹംദുലില്ലാഹ് പറയാത്ത ആള് പിശാചാണ്. അന്നും ഇന്നും അൽഹംദുലില്ലാഹ് എന്ന പദം ആര് പറഞ്ഞിട്ടില്ല? ഇബ്ലീസ് ലഅനത്തുള്ള പറഞ്ഞിട്ടില്ല അൽഹംദുലില്ലാഹ്. എന്നാൽ എന്റെ സഹോദരിമാർ, ഈ കൂട്ടത്തിൽ പിശാചിന്റെ കൂട്ടുകാരല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അതെന്തൊരു ചോദ്യം ഉസ്താദേ. കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഇന്ന് അധിക പേരുടെയും വുളൂകൾ ബാത്റൂമിൽ വെച്ചുകൊണ്ടാണ്, ടോയ്ലറ്റിൽ വെച്ചുകൊണ്ടാണ്. ടോയ്ലറ്റിൽ വെച്ചല്ലേ സുബ്ഹാനല്ലാഹ്. ടോയ്ലറ്റിൽ വെച്ചുകൊണ്ടുള്ള വുളൂ സ്വഹീഹാണ്, പക്ഷേ ദാരിദ്ര്യമുണ്ടാക്കുമെന്നാണ്. ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് വുളൂ എടുത്ത ദാരിദ്ര്യം ഉണ്ടാക്കും. ഉസ്താദെ ടൈൽസ് ഒട്ടിച്ച് ഇനി അവിടെ സ്വർണം പതിച്ചാലും ശരി, ടോയ്ലറ്റ് ആണ് അത്. എന്താണ് ടോയ്ലറ്റ് ആണ്? അവിടെ വെച്ചുകൊണ്ട് വുളൂ ചെയ്ത ദാരിദ്ര്യം ഉണ്ടാക്കും. ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് വുളൂ ചെയ്യുന്നവർ ബിസ്മി ചൊല്ലാൻ പാടില്ല, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ പാടില്ല. ഹറാമാണ്, ഹറാമാണ്.
എത്ര പേര് അവിടുന്ന് ഉണ്ടാക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ ജഅല ഹറാമാൻ. സഹോദരിമാരെ, നിർബന്ധമായും നമ്മുടെ ഭർത്താക്കന്മാരോട് പറയണം, വുളൂ ചെയ്യാൻ വേറെ സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. നിർബന്ധമായിട്ട് പറയണം. പറഞ്ഞാൽ കേൾക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വുളൂ ചെയ്യാൻ സെപ്പറേറ്റ് വീട്ടുകളിൽ സ്ഥലമുള്ള ഒരാൾ കുറച്ച് ആളുകളുണ്ട് എന്ന് കൈവന്നിച്ചാണ്. വുളൂ ചെയ്യാൻ സെപ്പറേറ്റ് സ്ഥലം കണ്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ ഇതിൽ നമ്മളെല്ലാരും ഒന്നാണ്. ഇപ്പൊ ഇതുവരെ ഞാൻ ഇറങ്ങി കാറിൽ കയറി പോകുമ്പോ ഞാൻ വയക്കാട്ടുകാരനായി, നിങ്ങൾ കക്കാട്ടുകാരായി. ഇപ്പൊ നമ്മളെല്ലാരും കക്കാട്ടുകാരാണ്. മനസ്സിലായിട്ടില്ല? അള്ളാഹു നമ്മുടെ ഈ കൂടൽ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അതൊരു കാരണമാക്കി തെരുമാറാകട്ടെ. നോക്കണേ, ഒരു സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാക്കണം. ദാരിദ്ര്യം ഉണ്ടാക്കും. അവിടെ വെച്ചുകൊണ്ട് ചെല്ലാൻ പാടില്ല. നാളൊരു ദിവസം എന്റെ കൂടെ വന്ന ഡ്രൈവർ ഒരു മനോഹരമായ വീട്, സുബ്ഹാനല്ലാഹ്, ആ വീട്ടിലുള്ള എല്ലാ റൂമിലും എന്നെ കാണിച്ചു. ഉസ്താദ് ഒന്ന് ഇവിടെ കയറി, ഉസ്താദ് അവിടെ കയറി, ഉസ്താദ് അവിടെ കയറി. ലാസ്റ്റ് ഒരു റൂമിന് അറ്റാച്ച് ബാത്റൂമിൽ എന്നെ കയറ്റി. ഇതാ ഉസ്താദെ ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയാണ്. സുബ്ഹാനല്ലാഹ്. അതിലങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, അതിനുള്ളിൽ കയറിയിട്ട് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ഉസ്താദ് ഒന്ന് കയറി നോക്കിയാൽ. ഞാൻ പറയും, ചിലക്കാണ്ട് ഇങ്ങോട്ട് നിൽക്ക്. അവിടുന്ന് മാഷാല്ലയും തബാറക്കല്ലയും പറയാൻ പറ്റില്ല, അത് ടോയ്ലറ്റാണ്. പറയാം ഹറാമാണ്, ഹറാം. അൽഹംദുലില്ലാഹ്, അവിടെ നിന്ന് പറയാൻ പാടില്ല. ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ്. വുളൂ സ്വഹിയാകും. നജസ് തെറിക്കില്ല എങ്കിൽ അവിടുന്ന് വുളൂ എടുത്ത സ്വഹിയാകും. പക്ഷേ വുളൂ എടുക്കാതിരിക്കലാണ് നല്ലത്. അവിടുന്ന് വുളൂ ചെയ്താൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പിന്നെയുള്ളത് രണ്ട് മുൻകൈയിനെ കെടുകലാണ്. അതൊക്കെ വിശാലമായ ചർച്ചയാണ്. 10 മണി കഴിഞ്ഞതുകൊണ്ട് സ്പീഡിലങ്ങ് ഓടുകയാണ്. എന്നാൽ മുൻകൈയിനെ 3 വട്ടം കഴുകിയിട്ട് 3 വട്ടം കഴുകുക. പിന്നെയോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാ പോലെ എഴുതി കൊണ്ടുവന്നത്. അതായത് സമയം ദീർഘിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ അതുകൊണ്ട് തന്നെ ചുരുക്കി കൊണ്ടുവരികയാണ്. മിസ്വാക്കിനെ ചെയ്യണം. ഉള്ള ടൈം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരേയുള്ള വസ്തുവിനെ കൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. കൈയിന്റെ വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ കൂലി ലഭിക്കില്ല, ഒരു സവാബും ഇല്ല. ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട് കൊള 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 ചെല്ലുന്ന, കൂലില്ല. കൈ കൊണ്ടല്ല, വിരൽ കൊണ്ടല്ല മിസ്വാക്ക് ചെയ്യേണ്ടത്. മിസ്വാക്ക് ചെയ്യേണ്ടത് ഒരേയുള്ള വസ്തുവിനെ കൊണ്ടാണ്. എന്നാൽ ഒരേയുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളലായത് കൊള്ളിക്കഷ്ടമാവലാണ്. കൊള്ളിക്കഷ്ടമാവലാണ് ഏറ്റവും അഫ്ളൽ. കൊള്ളിക്കഷ്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളല് പച്ചയായ കൊള്ളിക്കഷ്ടമാണ്. പച്ചയായ കൊള്ളിക്കഷ്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളല് സുഗന്ധമുള്ളതാവലാണ്. സുഗന്ധമുള്ള പച്ചയായ കൊള്ളിക്കഷ്ണത്തിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളല് അറാഖിന്റെ കൊള്ളിക്കഷ്ടമാവലാണ്. അറാഖിന്റെ കൊള്ളിക്കഷ്ടം അതിന് തന്നെ നീളുണ്ട്. ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ്. ഇവര് നേരത്തെ പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു കൊടുക്കട്ടെ. അപ്പൊ കുറച്ച് ശബ്ദം കുറയുന്നേ ഉള്ളൂ. ഉസ്താദ് കുറച്ചു നേരം കൊണ്ടൊന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഒരു പെണ്ണ് കിട്ടിയ ഞാൻ എന്റെ മിസ്വാക്കിന്റെ കഥ പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് വലിയ മിസ്വാക്കായിട്ട് നടക്കുന്ന ആൾക്കാർ നാളെ ഒരു ദിവസം എനിക്ക് ഒരാള് ഒരു മിസ്വാക്ക് കൊണ്ടുവന്ന അറാക്ക്, ഇത്ര പോകുന്നൊരു അറാക്ക്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത് എന്തിനത്? സദ വേഗം തീരാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പറ്റൂല. ഇതിനൊരു അളവും വലിപ്പമൊക്കെ ഉണ്ട്. മിസ്വാക്കിന് അറാക്കിന് ഒരു ചാണിനേക്കാൾ വലിപ്പം കൂടാൻ പാടില്ല. ഒരു ചാണിനേക്കാൾ വലിപ്പം കൂടിയാൽ അവിടെ പിശാച് കയറിയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിസ്വാക്ക് പിടിക്കേണ്ടത് ഒരു കോലത്തിലാണ്. വലത്തെ കൈ കൊണ്ടാണ് മിസ്വാക്കിനെ പിടിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്നവൻ മിസ്വാക്ക് ചെയ്യുമ്പോൾ വലത്തെ കൈ കൊണ്ടാണ് പിടിക്കേണ്ടത്. മരിച്ചവന് മിസ്വാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ടും. വലത്തെ കൈ കൊണ്ടാണ് മിസ്വാക്കിനെ പിടിക്കേണ്ടത്. ആ മിസ്വാക്ക് പിടിക്കേണ്ടത് തന്നെ ഇങ്ങനെയാണ്. ചെറുവിരലിന്റെ മുകളിൽ മിസ്വാക്കിനെ വെച്ച് മോതിരവിരലും നടുവിരലും ചൂണ്ടുവിരലും മിസ്വാക്കിന്റെ മുകളിൽ, തള്ളവിരൽ മിസ്വാക്കിന്റെ അടിയിൽ. ഇങ്ങനെയാണ് മിസ്വാക്കിനെ പിടിക്കേണ്ടത്. ഇതെന്തിനാണെന്നറിയോ? നമ്മുടെ ഊനുകൾക്ക് അപകടം വരാതിരിക്കാനാണ്. അങ്ങനെ നബി തങ്ങൾ പിടിക്കാൻ പറഞ്ഞെടുത്തത് ഊനുകൾക്ക് അപകടം വരാതിരിക്കാൻ. ചില ആളുകൾ മിസ്വാക്ക് ചെയ്യുന്നത് കണ്ടാൽ പല്ലോന്റെതല്ലാന്നാ തോന്നിപ്പോവാ. അങ്ങോട്ടിട്ട് കുത്തി കണ്ടു അല്ലേ? ചെയ്യരുത്. ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ മിസ്വാക്കേണ്ടത്. ആദ്യം തേക്കേണ്ടത് വലത്തെ ഭാഗത്തിനെയാണ്. ആ വലത്തെ ഭാഗത്തിലുള്ള മുകളിലെ വരിയാണ് ആദ്യം തേക്കേണ്ടത്.
ശേഷം മുകളിലുള്ള താഴെയുള്ള വലത്തെ ഭാഗത്തിലുള്ള വരി, മൂന്നാമത് മുൻഭാഗം ചേർത്തിയിട്ട് ഇടത്തെ ഭാഗത്തിലുള്ള മുകളിലെ വരിയാണ്. നാലാമത് തേക്കേണ്ടത് മുൻഭാഗം ചേർത്തിയിട്ട് ഇടത്തെ ഭാഗത്തിലുള്ള താഴെയുള്ള വരിയാണ്. ഇങ്ങനെ മിസ്വാക്ക് ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിസ്വാക്കിനെ വർദ്ധിപ്പിച്ചാൽ അവനിക്ക് കഫത്തിന്റെ തകരാറുണ്ടാകുകയില്ല, അവനിക്ക് പല്ലിന് പ്രശ്നം ഉണ്ടാകുകയില്ല, അവനിക്ക് സമയം മുമ്പേ അവന് നിരക്കുകയില്ല, വേഗത്തിൽ നിരവരില്ല. മിസ്വാക്ക് ചെയ്യുന്ന ആളുകൾ, മിസ്വാക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ, എല്ലാ ദിവസത്തിലും സമയത്തിലും മിസ്വാക്ക് ചെയ്യുന്ന മനുഷ്യന്മാർ, അവര് വയസ്സാകുമ്പോ അവരുടെ മുതുക് വളയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സൗദി അറേബ്യയിൽ ഒന്ന് പോയി നോക്കിയാണ്, പറ്റ വയസ്സായ ആൾക്കാരും നേരെ അടക്കുക. നമ്മുടെ നാട്ടിലോ കുറച്ചൊരു 50 തുടങ്ങി വളയാൻ അല്ലേ? അത് താഴ്മയോടുള്ള വളയലല്ല, അതുവരെ എങ്ങനെയൊക്കും പിന്നെ വളയുന്നത് വാർദ്ധക്യത്തിട്ടാണ്. മിസ്വാക്ക് ചെയ്യണം എല്ലാ സമയത്തിലും, വളച്ചിൽ വരൂല. ഇനി വളഞ്ഞ മനുഷ്യന്മാരെ കാണുമ്പോൾ മുതുകിന് തട്ടിയിട്ട് കാക്കയെ ഒന്ന് മിസ്വാക്ക് ചെയ്ത് കൂടെ ഒന്ന് ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം വരും. വരാതിരിക്കട്ടെ, പടച്ച റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നോക്കണേ, വളയൂല. പോരാ, അവൻ മരണപ്പെടുന്ന സമയത്തിൽ അല്ലാഹു കലിമ ചൊല്ലിക്കൊടുക്കാൻ ഒരു മലക്കിനെ പറഞ്ഞു വിടുന്നതാണ്. പോരാ, തീരുന്നില്ല. ആ മിസ്വാക്കിനെ എല്ലാ വുളൂ ചെയ്യുന്ന സമയത്തിലും നടത്തിയാൽ ആ മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ മലക്കുകളുടെ അകമ്പടി ഉണ്ടാകുന്നതാണ്. പോരാ, തീരുന്നില്ല. അവനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മീസാൻ കല്ലുകൾ കുത്തി ജനങ്ങളെല്ലാവരും പിരിഞ്ഞു പോന്നാൽ അവൻ എല്ലാ വുളൂഇന്റെ സമയത്തിലും മിസ്വാക്ക് ചെയ്യുന്നവനാണെങ്കിൽ ആ ഖബറിന്റെ ഒരു മലക്കിനെ അല്ലാഹു നിർത്തുന്നതാണ്. ഖിയാമത്ത് നാൾ വരെ എന്തിനു വേണ്ടി? ഇവനിക്ക് വേണ്ടി പാപമോചനം തേടാൻ.